അപ്പോൾ ഇന്ന് ഉച്ചയൂണിനുള്ള പരിപാടികളാണ് കേട്ടോ. ഇതാ അരി നല്ലപോലെ തിളച്ച് അത്യാവശ്യം ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് സമയം പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനിപ്പോൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാവും കേട്ടോ. അപ്പോൾ ഇതാ ഇനി അടുത്തത് കറികൾക്കുള്ള പരിപാടികളാണ്. അപ്പോൾ ആ കറികൾക്ക് വേണ്ടിയിട്ട് ഇന്നിതാ കുഞ്ഞ മത്തിയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഈ വീഡിയോയിൽ കാണുന്ന വലിപ്പം പോലും ഇല്ല കേട്ടോ, ഭയങ്കര കുഞ്ഞതായിരുന്നു. അപ്പോൾ ഇതാ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ നന്നായിട്ട് വരയിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തടുത്തായിട്ട് വരയിട്ട് കൊടുക്കുകയും ഞാൻ ഏത് മീനിലായാലും അങ്ങനെ തന്നെ ചെയ്യും, മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഇനി മസാല തയ്യാറാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ചുവന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഇത് വെളുത്തുള്ളിയും കുരുമുളകും കൂടെ ഇന്നലെ ഇറച്ചിക്കറി ആക്കാൻ വേണ്ടി പൊടിച്ച് വെച്ചതിൻ്റെ ബാക്കിയായിരുന്നു കേട്ടോ, അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എരിവ് കണക്കാക്കിയിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു കുറച്ച് കറിവേപ്പില, ഒരുപാട് ഇലകൾ ഇടാത്ത കേട്ടോ നല്ലത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരച്ചെടുത്തെന്നാലും പിന്നീട് വറുക്കാൻ വെക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് മസാല കരിഞ്ഞു പോകും. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം കറിവേപ്പില ഇടുക. അതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണ. വറുക്കുമ്പോൾ വെള്ളത്തിന് പകരം നമ്മൾ ഈ വെളിച്ചെണ്ണ ചേർത്തിട്ട് അരച്ചെടുത്താലുണ്ടല്ലോ ഒന്നുകൂടെ ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് ലാഭിക്കാൻ വേണ്ടിയിട്ട് വെച്ചാലും വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതിനേക്കാളും എത്രയോ ടേസ്റ്റ്. എന്തായാലും നമ്മൾ വറുക്കുമ്പം എണ്ണ ആവശ്യം വരും. അപ്പോൾ ഒരു കുറച്ച് എണ്ണ ഇതിൽ ചേർത്തൊന്നും വെച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ അത് എണ്ണ ചേർത്തിട്ട് അരച്ചെടുത്തു. നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് ഈ കുഞ്ഞു മീനിലേക്ക് ചേർത്ത് കൊടുക്കാവേ. ഇത് ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം ഒരു കുറച്ച് നേരം മാറ്റി വെക്കണം കേട്ടോ, മസാല പിടിക്കുന്നവരെ. അപ്പോൾ ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണെങ്കിൽ പെട്ടെന്ന് തന്നെ മസാല പിടിച്ചു. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാവേ. വേരും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരുപാട് മണ്ണ് കണ്ടില്ലായേ. അപ്പോൾ ഇതാ ബക്കറ്റിൽ കുറച്ച് വെള്ളം ആക്കിയിട്ട് അതിലൊന്ന് മുക്കി പൊക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ചെളികളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നല്ലപോലെ ഒരു 5-6 പ്രാവശ്യം മുക്കി പൊക്കി എടുത്തപ്പോഴത്തേക്കും ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മളത് അരിഞ്ഞെടുക്കാൻ വേണ്ടി പോവുകയാണേ. ഈ ചീരയുടെ തണ്ടിന് ഭയങ്കര വലുപ്പമായിരുന്നു കേട്ടോ. അതുപോലെ നല്ല മൂത്ത തണ്ടായതുകൊണ്ട് ഇതിലിട്ട് കഴിഞ്ഞാൽ വലിയ രുചി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ ഇല മാത്രം മാറ്റിയിട്ട്, മുരിങ്ങയില നുള്ളി എടുക്കുന്ന പോലെ അതിൻ്റെ ഇല മാത്രം മാറ്റിയിട്ട് ആ കുഞ്ഞ് തണ്ട്, ഇളം തണ്ട് മാത്രം ഒടിച്ചെടുത്തു കേട്ടോ. അങ്ങനെ എല്ലാം മാറ്റി വെക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഇതാ മക്കൾ കളിച്ചുകൊണ്ടുണ്ട് കേട്ടോ. മോനെ ഒരു പെട്ടിക്കുള്ളിലിട്ടിട്ട് അവളാണ് ഓടിച്ചുകൊണ്ട് നടക്കുക കേട്ടോ. അവനിപ്പം നിലത്ത് ഇഴഞ്ഞ് നടക്കാൻ തുടങ്ങിയതുകൊണ്ട് അവിടെ ഇവിടെ എല്ലാം ഓടി വലിഞ്ഞ് കയറാനൊക്കെ നോക്കും. അപ്പോൾ അവൾക്ക് ഭയങ്കര പേടിയാണത്. അതുകൊണ്ട് അവളൊരു ചെറിയൊരു കൊട്ടയ്ക്കകത്തിട്ട് അവനെ ഉന്തിക്കൊണ്ട് നടക്കും. അത് അവനിഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വാക്കറിലൊക്കെ കൊണ്ടുപോകുന്ന പോലെ അതിനകത്ത് വാക്കറുണ്ട്, വാക്കറിൽ ഇരുത്തി കഴിഞ്ഞാൽ പേടിയാണ് കേട്ടോ. ഇതുപോലെ തള്ളുമ്പോൾ വീഴുവോ മറ്റോ ചെയ്യുമോ എന്നുള്ളൊരു പേടിയാണ്. അതുകൊണ്ട് ഇതാ ഈ പെട്ടിക്കകത്തിട്ടിട്ട് നടപ്പുണ്ട് കേട്ടോ. അവനത് ആസ്വദിച്ച് നടപ്പുണ്ട്. ക്യാമറ കണ്ടിട്ട് നോക്കുന്ന നോട്ടാണ്. അപ്പോൾ ഓണത്തിനിടയ്ക്ക് പൂട്ടുവച്ചോടം എന്ന് പറഞ്ഞ പോലെ ദാ അവർ അതിനിടയ്ക്ക് നടപ്പുണ്ട്. അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങൾ നമുക്കെല്ലാം അരിഞ്ഞെടുക്കാം കേട്ടോ. ഞാൻ കുഞ്ഞിതായിട്ട് അരിഞ്ഞെടുക്കുവേ. അപ്പോഴാണ് കേട്ടോ ചീര തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ടേസ്റ്റിൻ്റെ തന്നെയല്ല, നമുക്ക് അതിൻ്റെ ഒരു ടെക്സ്ചർ കാണുമ്പോൾ തിന്നാൻ തോന്നുന്ന പരുവാണെന്ന് തോന്നുമല്ലോ. അങ്ങനെ ആവണമെങ്കിൽ ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഒട്ടും വെള്ളം കൊള്ളിക്കാതെ നമ്മൾ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ, അതായത് തോരൻ വെച്ചെടുത്ത് കഴിഞ്ഞാൽ കാണാനും നല്ലതാണ്, നമുക്ക് കഴിക്കാനും തോന്നും കേട്ടോ. പച്ചക്കറി തിന്നാൻ മടിയുള്ളവരുടെയൊക്കെ കാര്യം കേട്ടോ പറയണത്. അപ്പോൾ ഇതായത് കുഞ്ഞിതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുഞ്ഞിതായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ, അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഒരു 2-3 പച്ചമുളക്, അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാവേ. ഇനി ഈ ക്രഷ് ചെയ്തെടുത്ത സാധനം നമുക്ക് ആ ചീരയിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് മുഴുവനായിട്ട് അതിലോട്ട് തട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം.
അപ്പോൾ ഇതാ ഇനി ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു. കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇലയും അരപ്പും ഉപ്പും കൂടെ എടുത്തു വെച്ചത് എല്ലാം ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കിയിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ. ഒട്ടും തന്നെ വെള്ളം ചേർക്കണ്ട. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കുഴാന്നിരിക്കും കേട്ടോ. എനിക്കെന്തോ അതിഷ്ടമല്ല. അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ ഇച്ചിരി വെള്ളം ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇലക്കറികൾക്കൊന്നും ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. അത് സ്വമേധയാ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അതുകൊണ്ട് വെള്ളം ചേർക്കാത്തത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത്. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ലപോലെ ഇളക്കി ഉപ്പെല്ലാം എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് ഇളക്കി മൂടി വെച്ച് തീ സിമ്മിലിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണേ. അപ്പോൾ ഇതാ നമ്മുടെ ചീര തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് ഇളക്കി കൊടുക്കേണ്ടി വരും കേട്ടോ. ഇല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിച്ചാലോ എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് മീൻ വറുത്തെടുക്കാം. അതിന് എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. മീൻ ഓരോന്നായിട്ട് അതിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടെ ഒന്നിച്ച് തന്നെ ഞാൻ പൊരിച്ചെടുക്കാൻ പോവുകയാണേ. ആദ്യം നന്നായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഈ മീനെല്ലാം ഒന്ന് ഇട്ടതിന് ശേഷം ഒരുപാട് ഫ്ലെയിം കുറയ്ക്കാതെ ഒരു മീഡിയം ലെവലിൽ ഫ്ലെയിം വെച്ച് നല്ലപോലെ മൊരിച്ചെടുക്കാവേ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ മസാല ഒന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ ഇതാ മീനെല്ലാം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി എടുക്കാവേ. ഇതുപോലെ എടുത്ത് മാറ്റിയതിന് ശേഷം പെട്ടെന്ന് തന്നെ മൂടി വെക്കരുത് കേട്ടോ. കുറച്ച് കഴിഞ്ഞ് ഇതിൻ്റെ ആ ആവി വെള്ളം ഒന്നും വീഴാത്ത രീതിയിൽ വേണം നമ്മൾ മൂടി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉച്ചയ്ക്കത്തെ ചോറുണ്ണിതാ ചോറെടുത്തിട്ടുണ്ട്. ചീര തോരനായി. പിന്നെ ഇത് വൻപയർ മെഴുക്കുവരട്ടി ഇന്നലെ വെച്ചതാണ്. നിങ്ങൾക്ക് എന്തൊക്കെയായിരുന്നു കറി എല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.